ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് കുറച്ച് എന്താ പറയുക, ഇന്നലെ ഇവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് പറ്റിയത്. KCBക്കാർ ജസ്റ്റ് ഒന്ന് ഒരു ദിവസമല്ല, രാവിലെ പോയിട്ട് ഈ രാത്രി എത്തിന് വന്ന ഗൈസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര കോയിൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കിപ്പോൾ 700 കോയിൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോൺ എന്തായാലും വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ 4132 ഗൈസ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല സ്കോഡാണ്. മെസ്സിയാണ് ക്യാപ്റ്റൻ. പൊസിഷൻ ഗെയിമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കടക്കാം. അതുപോലെ തന്നെ വേറൊരു മാറ്റങ്ങളൊന്നും നമ്മൾ ടീമിൽ അങ്ങനെ വരുത്തിയിട്ടില്ല. എന്തായാലും കോയിൻ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, പുതിയൊരു സ്കോഡ് മേടിക്കണമെന്നുണ്ട്. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം ഗൈസ്. ഏത് സ്കോഡ് മേടിക്കണം നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ മേടിക്കാം. പക്ഷേ 1500 രൂപയാണ് അത്. അപ്പോഴത്തേനും സെറ്റ് ആവുമായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, കോയിൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന സ്ക്വാഡൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ പറയുക, കൂട്ടി വെച്ച് എന്തായാലും 700 രൂപ ഇനി കുറച്ച് പേരും കൂടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം. അവരുടെ ഡി മിലേസി ഇതുവരെ കാണാത്തൊരു മാനേജറാണ് എന്തായാലും വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത സ്കോറും ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ടച്ച് അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. കോളമോനി, ബെല്ലിംഗാം, ഓക്കെ, കേസ്മിറോ, എംപാപ്പെ, വാൽവർഡെ, മെസ്സി, കിമ്മിച്ച്, ഫോട്ടോസ് പിടിച്ചാൽ നൈസൊരു ഷോട്ടായിരുന്നു എന്തായാലും ഗൈസ്. ഫസ്റ്റ് തന്നെ 3-ാം മിനിറ്റിൽ നമ്മളൊരു കിഡിൽ ഷോട്ട് ഇട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോട്ട് കിമ്മിച്ചിനെ കൊണ്ട് തന്നെ അടിപ്പിക്കാം. ഓക്കെ, റോബിൻസണൊക്കെ ഉണ്ട് എന്തായാലും. എംബാപ്പെ, ഓക്കെ ഗൈസ്. ബെല്ലിംഗം അടിച്ച് ഷോട്ട് പുറത്തിടാനുള്ള പരിപാടിയാണ്. ഓക്കെ, എൻ്റെ മോനെ ഗൈസ്. മെസ്സി, ബെക്കംബർ, ജെറാഡ്, കിമ്മിച്ച്, ഗൈസ്, കൊളമോണി, ബെല്ലിംഗാം. എടാ ഇവിടെ ഒന്നും ആരില്ല. മാക്കലിസ്റ്റർ ഗൈസ്, റോബിൻസൺ, ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, വാൽവർഡെ നല്ലൊരു ചാൻസ് ആണ്. ത്രോയും പോയി എന്തായാലും 19-ാം മിനിറ്റിൽ ഗൈസ്. എന്തായാലും നൈസൊരു വരി കയറി വരികയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ത്രോയും പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, പുതിയൊരു റോബിൻസൺ മാനേജറാണ് നമ്മൾ ഇതുവരെ ഗൈസ്. മാൻഡിജിക്ക്, മാക്കലിസ്റ്റർ, ബെല്ലിംഗം, ഓക്കെ. എടേ മെസ്സി എടാ എന്തുവാടേ ഗോള് ഗൈസ്. അപ്പോൾ എന്തായാലും 21-ാം മിനിറ്റിൽ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് പണി പാളുമെന്ന്. എന്തായാലും പണിയൊന്നും പാടിയിട്ടില്ല. അടിപൊളി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. എംബാപ്പേന്നായിരുന്നു തോന്നുന്നു അസിസ്റ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു മാനേജറൊന്നും വന്നിട്ടില്ല ഇതുവരെ. എന്തായാലും ഒരു കിടിൽ ഗോളായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് പണിയാവുമെന്ന് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മർഡോണനെ അവിടെ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, മർഡോണെ നമുക്ക് സെക്കൻഡ് ഹാഫ് ഇറക്കിയാൽ മതിയായിരുന്നു. നമുക്കൊരു പണി ഞാൻ ഫോർഡൻ ഇറക്കാം ഗൈസ്. കുറച്ച് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട് ഇടാം എന്തായാലും. ഓക്കെ, മാച്ചിലേക്ക് തിരിച്ചു പോവാം ഗൈസ്. അത് വേറെ ഒന്നും കണ്ടില്ല, മർഡോണനെ ശരിക്കും സെക്കൻഡ് ഹാഫ് ഇതിൻ്റെ ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ മാച്ചിൽ ഫോർഡനെ ഇറക്കുമ്പോൾ നല്ല സ്പീഡപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇറക്കിയത് ഗൈസ്. ഓപ്പോണ്ട് ചൂസ് ചെയ്യുന്നുള്ളൂ സെറ്റിങ്സ് എന്തായാലും. ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ എവിടുന്നാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എവിടുന്നാണ് കാണുന്നത്. ഓക്കെ, ഏത് ജില്ലയാണെന്നൊക്കെ. ഓക്കെ, സ്കൂളിൽ പോകുന്നവരുണ്ട്, ഒക്കെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വരുന്നുള്ളൂ ഗൈസ്. ഓപ്പോണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെന്താ പറയുക, ജസ്റ്റ് ഒന്ന് നമ്മുടെ
ഫുട്ബോൾ കളിച്ചില്ലേ പോലും കൊനാമി ഇപ്പോഴാണ് എല്ലാവർക്കും ലോഗിൻ ബോണസ് ഒക്കെ 50 പിന്നെ എന്താ പറയുക 10 രൂപയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു എന്താ പറയുക ഇനിയിപ്പോൾ PvP മാച്ചസോ ജാപ്പനീസ് മാച്ചസ് ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഓപ്പൺ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ലോഗിനൊക്കെ ചെയ്യുക. കാരണം ലോഗിനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആ പൈസ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാക്കൊക്കെ എടുക്കാൻ ചിലപ്പോൾ പറ്റും, ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. കാരണം എനിക്കിപ്പോൾ തന്നെ ഞാൻ വെറും 100 കോയിൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 100 കോയിനാണ് ഞാനിപ്പം ഏകദേശം 10-700-800 കോയിൻ ഒരാഴ്ചയല്ല ഒരു 8 ദിവസം 9 ദിവസം കൊണ്ട് എത്തിച്ചു. എന്തായാലും റേഞ്ച് ഇഷ്യൂ ഒന്നും തോന്നുന്നു. ഓപ്പോണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോടെ. അല്ലേ ഒരു കിടിലൻ മാച്ചായിരുന്നു. എന്തായാലും ഒരു കിടിലൻ മാച്ചായിരുന്നു. പക്ഷേ ഓപ്പോണന്റ് പോയോന്നാണ്. ഇതാണ് ചിലതിന് നല്ല മാച്ച് വരും. പോവല്ലേ. ഓക്കെ നോക്കാം. ഗൈസ് അപ്പോൾ എന്തായാലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണല്ലേ ഓപ്പോണന്റ് പോയോന്നും അറിയില്ല. നോക്കാം നമുക്ക്. എന്തായാലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എന്താ പറയുക നല്ല എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണ ശരിക്കും പറഞ്ഞാൽ കോയിൻ ഇച്ചിരി കൂടെ കൂട്ടണം. ഇപ്പം കുറച്ചുകൂടി ഉള്ളത് തന്നെ ഭാഗ്യം. എന്തായാലും കൊനാമി കുറച്ചെങ്കിലും തരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്താ പറയുക പ്രോപ്പർ പാക്കോ എപ്പിക് പാക്കൊക്കെ ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക കിട്ടിയ അതായത് അടുപ്പിച്ച് കിട്ടുന്നവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക പ്രോപ്പർ പാക്കിലൊക്കെ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന പ്ലെയർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക കോയിൻ എത്രത്തോളം നമ്മുടെ കൊനാമി തരുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എത്രത്തോളം വേണമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പോണൻ്റ് ആണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുവാടേ ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാച്ച് ജയിച്ചിട്ടുണ്ട്. ഓപ്പോണൻ്റ് എന്തായാലും പൂർ കണക്ഷനാണ് പറയുന്നത്. ഓക്കെ അടിപൊളി ഒരു മാച്ചായിരുന്നു. പക്ഷേ അതൊന്ന് ആയി വരുമ്പോഴത്തേനും കറക്റ്റ് ഓപ്പോണൻ്റും പോയി ഗൈസ്. നൈസ് മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി മാച്ചായിരുന്നു. എന്തായാലും ഈ അടിപൊളി മാച്ചായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.